വയനാട് കൽപ്പറ്റ നഗരത്തിലെ രണ്ടിടങ്ങളിൽ ആളില്ലാത്ത വീടുകൾ കയറി സൈക്കോ കള്ളന്റെ മോഷണ ശ്രമം. മോഷണത്തിൽ ഒന്നും കിട്ടാതായതോടെ നിരാശനായ കള്ളൻ വീട്ടുപകരണങ്ങൾ നശിപ്പിച്ച ശേഷം ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട് വീടിന് തീവെക്കാൻ ശ്രമിച്ചു. പ്രതിയുടെ CCTV ദൃശ്യം ലഭിച്ചതോടെ കൽപ്പറ്റ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ആദ്യ സംഭവം. മരവയലിലെ ഷീലാസദനം യദുനാഥന്റെ വീട്ടിലാണ് കള്ളൻ കയറിയത്. യദുനാഥനും കുടുംബവും വോട്ട് ചെയ്യാനായി കണ്ണൂരിലായിരുന്നു. അടുക്കളവാതിൽ പൊളിച്ച് അകത്ത് കയറിയ കള്ളൻ പണത്തിനായി മുഴുവൻ മുറികളും പരതി. ഒന്നും കിട്ടാതെ നിരാശനായ കള്ളൻ പിന്നീട് അലമാരയിലെ ഡ്രസ്സ് മുഴുവൻ താഴെയിട്ട ശേഷം കത്തിച്ചു. വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു. തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമാണ് കള്ളൻ അവിടെ നിന്നും പോയത്. വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട നാട്ടുകാരാണ് യദുനാഥനെ വിവരം അറിയിച്ചത്. പിന്നീട് സ്ഥലത്തെത്തിയ കൽപ്പറ്റ ഫയർഫോഴ്സ് തീ അണയ്ക്കുകയും ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്യുകയും ചെയ്തു. അഞ്ചു മണിയോടെയായിരുന്നു രണ്ടാമത്തെ മോഷണ ശ്രമം. മരവയിൽ നിന്നും മുണ്ടേരിയിലെത്തിയ കള്ളൻ WMO ഹോസ്റ്റലിന് സമീപം പ്രാണിയത്ത് റഷീദിന്റെ വീട്ടിലാണ് കയറിയത്. റഷീദും കുടുംബവും പടിഞ്ഞാറത്തറയിലെ ബന്ധുവീട്ടിലായിരുന്നു. അടുക്കള ഭാഗത്തെ ഗ്രില്ല് പൊളിച്ച ശേഷം വാതിൽ തൂമ്പയുപയോഗിച്ച് പൊളിക്കുകയായിരുന്നു. മേഖലയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ മോഷണശ്രമം നടക്കുന്നതെന്നും പ്രദേശവാസികളുടെ ഭീതി അകറ്റി എത്രയും വേഗം പ്രതിയെ പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പിന്നെ എങ്ങനെ കളവ് കേസായിട്ടും അങ്ങനെ ആയിട്ടൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ രണ്ട് വീട്ടിൽ ഇങ്ങനെ കയറിയെന്ന് പറയുന്നത്. അത് ശരിക്കും അതിശയമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇത് തന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ഭീഷണിയിലാണ് ഇപ്പം. കാരണം എന്നാൽ ഈ പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളെ കൊണ്ട് എങ്ങനെയാണ് അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പ്രതി ഓടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ കൽപ്പറ്റ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൽപ്പറ്റ SI അനീഷ് ജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. 24 വയനാട്.